വെൽക്കം ബാക്ക് റൈഡേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു മോട്ടോർ വ്ളോഗാണ്. ഈ ട്രാഫിക് ഫിൽട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഫണ്ണായിട്ടുള്ളൊരു കാര്യമാണ്. ചിലർക്കത് ഡിഫിക്കൽട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്കത് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കാം. പക്ഷേ എനിക്ക് എസ്പെഷ്യലി ഇൻ മോട്ടോർ സൈക്കിൾ ഈ ടാക്കിൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ട്രാഫിക് ടാക്കിൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഓടിക്കുന്നത് ഡ്യൂക്ക് 390 ആയതുകൊണ്ട് ട്രാഫിക് ഫിൽട്ടർ ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്കറിയാം, അത്യാവശ്യം ടോർക്കിയാണ് ഇതിൻ്റെ എൻജിൻ. അപ്പോൾ നമുക്ക് ചെറിയ ഗ്യാപ്സ് വരുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നമുക്കത് ഫില്ല് ചെയ്ത് മുന്നോട്ട് കയറി പോകാൻ പറ്റും. ഇപ്പം ഞാൻ വണ്ടി റെയിൻ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഒരുപാട് ത്രോട്ടിൽ റെസ്പോൺസ് ആവശ്യമില്ല. ഉണ്ടോ? റിസ്ക്കിയാണ്, പക്ഷേ എനിക്ക് കാണാമായിരുന്നു അവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല എന്ന്. ഈ പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. വലത്തോട്ട് തിരിയാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിവേ പുള്ളി ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ അടുത്ത ട്രാഫിക്കുള്ള ഏരിയ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ സൈഡ് അധികം വണ്ടികളില്ല, അതുകൊണ്ടാണ് റോങ് സൈഡ് വഴി റൈഡ് ചെയ്യുന്നത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മൾ റോങ് സൈഡ് എടുക്കുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിലിപ്പോൾ നമ്മളാരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സ്പേസ് ഉണ്ടായിരുന്നു റോങ് സൈഡിൽ, സോ നമ്മളത് യൂട്ടിലൈസ് ചെയ്തു. നമ്മളിവിടെ സ്റ്റക്കായിപ്പോയി. ബട്ട് ജസ്റ്റ് ഒന്ന് കയറിപ്പോൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് VIPs ചിലപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടാവും. ഐ ഡോണ്ട് നോ. ആക്ച്വലി ഇന്ന് ഒത്തിരി പോലീസുകാർ നിൽപ്പുണ്ട്. ഇന്നെന്തോ പാർട്ടി മീറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും VIPs ഇതുവഴി പോകുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ മെയിൻ ട്രാഫിക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇവിടെ പേരൂർക്കട പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ട്രാഫിക്കേ ഉണ്ടാവുള്ളൂ. വഴയിൽ ചിലപ്പോൾ ഒരല്പം കൂടെ ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ ആ ജംഗ്ഷനിൽ ചില വലിയ വണ്ടികൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ പുള്ളിക്കാരൻ എന്തുദ്ദേശിച്ചാണോ ഫൈലിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കയറിയെന്ന് അറിയില്ല. ബട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഓട്ടോ വലത്തോട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, ബട്ട് വലത്തോട്ട് പോകാനാണെന്ന് തോന്നുന്നില്ല.
ആൾക്കാരെന്തിനായിരിക്കും ഇങ്ങനെ വെറുതെ ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഞാൻ ഇങ്ങനെ റൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആരെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കോഷ്യസ് ആവും. സോ നമ്മളവരെ ഓവർടേക്ക് ചെയ്യാൻ നോക്കില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും സൺഗ്ലാസ് എങ്കിലും വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വന്ന് അടിച്ച് കയറി കഴിഞ്ഞാൽ കണ്ണിന് നല്ല പണിയാവും. സോ പിന്നീട് നമുക്ക് ബൈക്ക് ഓടിക്കേണ്ടതാണ്, കണ്ണില്ലാതെ എങ്ങനെ ഓടിക്കാൻ പറ്റും. ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്, കാരണം നമുക്ക് അത്യാവശ്യം പൊടിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും, അതുപോലെ തലയും പ്രൊട്ടക്റ്റ് ചെയ്യാം, സേഫാണ്. ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഫേവറേറ്റ് റോഡ്. ഈ റോഡിൽ അത്യാവശ്യം ട്രാഫിക്ക് കുറവാണ്, അതുപോലെ കുറച്ച് കോർണറിങ്ങൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ചില കോർണേഴ്സിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കാം, നമ്മളതിൽ പോയി ഇടിച്ച് കയറാണ്ട് നോക്കണം. ആക്ച്വലി ഇങ്ങനെയുള്ള ബൈ റോഡ്സിൽ നമ്മൾ റോഡിൽ മാത്രമല്ല അത്യാവശ്യം സറൗണ്ടിങ്സിനും ഫോക്കസ്ഡ് ആയിരിക്കണം. ബിക്കോസ് ചില സമയത്ത് ആൾക്കാരോ കുട്ടികളോ അല്ലെങ്കിൽ ഡോഗ്സോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ റോഡിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് സറൗണ്ടിങ്സ് ഫോക്കസ്ഡ് ആണെങ്കിൽ അത് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ഡോഗോ അല്ലെങ്കിൽ ഒരു ഹ്യൂമനോ എന്തായാലും അത് ഇങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. റോഡിൽ മാത്രമാണെങ്കിൽ നമുക്കത് കാണത്തില്ല, റോഡിലേക്ക് അത് കയറുമ്പോഴായിരിക്കും നമ്മളത് റിയാക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ റിയാക്ഷൻ ടൈം കൂടിപ്പോവും. റിയാക്ഷൻ ടൈം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു അത്രത്തോളം സേഫായിരിക്കും നമ്മുടെ റൈഡ്. അങ്ങനെ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വീടെത്തിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.